മഹാനായ മൂസാ നബി അലൈഹിസ്സലാം ഒരു മനുഷ്യന്റെ അവകാശത്തിന് വേണ്ടി പോരാടിയ കാര്യം ഖുർആൻ പറയുന്നു. ആ മനുഷ്യനെ മൂസാ നബി സഹായിച്ചു. അക്രമിയ മൂസാ നബി നിലംപരിശാക്കി. അടുത്ത ദിവസം വീണ്ടും മൂസാ നബി വഴിയിലൂടെ നടക്കുമ്പോൾ ഇതേ മനുഷ്യൻ വീണ്ടും ആക്രമിക്കപ്പെടുകയാ. അവിടെയും മൂസാ നബി പ്രശ്നത്തിൽ ഇടപെടുമ്പോൾ ഏത് മനുഷ്യനെ സഹായിക്കാൻ മൂസാ നബി വന്നു. ആ മനുഷ്യൻ തന്നെ മൂസാ നബി മുഖത്തു നോക്കി പറയുന്നു, മൂസാ ഇൻ തുരീദു ഇല്ലാ അൻ തകൂന ജബ്ബാറൻ ഫിൽ അർദ് വമാ തുരീദു അൻ തകൂന മിനൽ മുസ്ലിഹീൻ. നാട്ടിൽ രഞ്ജിപ്പുണ്ടാക്കാൻ നിനക്ക് ആഗ്രഹമില്ല മൂസ, നാട്ടില് സമാധാനമുണ്ടാക്കാൻ നിനക്ക് താല്പര്യമില്ല മൂസ. നീ സ്വേച്ഛാധിപതിയാണ് മൂസ, നീ മതമൗലികവാദിയാണ് മൂസ, നീ തീവ്രവാദിയാണ് മൂസ. ഏതൊരു സമുദായത്തിന് വേണ്ടി ഏതൊരു മനുഷ്യന് വേണ്ടി പ്രവർത്തിച്ചോ അതേ മനുഷ്യൻ തന്നെ പറയാൻ നോക്കി, മൂസ നീ തീവ്രവാദിയാണല്ലോ. അതുകൊണ്ട് സമുദായത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുമ്പോൾ വിവരമില്ലാത്ത ആരെങ്കിലൊക്കെ പറയും തീവ്രവാദിയാണെന്ന്. മൈൻഡ് ചെയ്യണ്ട, അത് മൈൻഡ് ചെയ്യാതെ വിട്ടേക്കുക. കാരണം ഇന്ന് കാലഘട്ടത്തിന് ബോധ്യമായി, സത്യത്തിന്റെ പക്ഷം ചേർന്ന ചെറുപ്പക്കാര് അതുപോലെ തന്നെ സത്യാന്വേഷികൾക്ക് ബോധ്യമായി ഈ നാട്ടിൽ ഏറ്റവും വലിയ തീവ്രവാദവും ഭീകരവാദവും നടത്തുന്നത് ആരാണ്. ഞാൻ അതിന്റെ വിശദമായ ഒരു സംസാരത്തിലേക്ക് കടക്കുന്നില്ല, കാരണം നമ്മൾ ഒരുപാട് താമസിച്ചു. അപ്പോൾ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന ചെറുപ്പക്കാർക്കുണ്ടാകേണ്ട ഗുണഗണങ്ങളാണ്. അതേപോലെ തന്നെ അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ ചെറുപ്പക്കാർക്ക് പറഞ്ഞു തരുന്ന പ്രധാനമായ ഒരു ഗുണം എന്റെ സഹോദരന്മാരും സഹോദരിമാരും തെളിയിച്ച് വ്യക്തമായി കേൾക്കേണ്ട ഒരു വിഷയമാണ്. അല്ലാഹു തആല കാര്യങ്ങൾ മനസ്സിലാക്കി അമൽ ചെയ്യാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, മുസ്ലിം സമുദായത്തിലെ ചെറുപ്പക്കാർ പരിശുദ്ധിയുള്ളവരാവുക, പാതിവൃത്യത്തെ സൂക്ഷിക്കുന്നവരായി. കാരണം ഇന്ന് മുസ്ലിം സമുദായത്തിലെ ചെറുപ്പക്കാരെ വൈകിട്ട് ഒരു 3 മണി മുതൽ ഒരു 5 മണി വരെ സ്കൂളുകളുടെയും കോളേജുകളുടെയും അടുക്കളൊക്കെ ഇങ്ങനെ കാണാൻ കറങ്ങി നിൽക്കുന്നു അല്ലെ, കമന്റ് അടിക്കാൻ. പൂവാലന്മാരാകുന്ന ചെറുപ്പക്കാർ. ഖുർആൻ പഠിപ്പിക്കുന്നത് അതല്ല, ഖുർആൻ പഠിപ്പിക്കുന്നത് അതല്ല. ഹാനായ നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം വിശുദ്ധ ഖുർആൻ പ്രതിപാദിക്കുന്നു. അല്ലാഹു തആല പഠിപ്പിച്ചില്ലേ, മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം, സൗന്ദര്യത്തിന്റെ നിറകുടമായ യൂസുഫ് അലൈഹിസ്സലാം ആരുമാരുമില്ലാത്ത സമയത്ത് യൂസുഫ് അലൈഹിസ്സലാമിനെ ക്ഷണിക്കുന്നു. സലീഖ എന്ന രാജകുമാരി ക്ഷണിക്കുന്നു. ഹൈതലക്ക് ഒരു യൂസുഫേ, എന്നോടൊന്ന് രമിക്കൂ യൂസുഫേ, എന്നോടൊന്ന് കിടക്കൂ യൂസുഫേ എന്ന് പറഞ്ഞുകൊണ്ട് യൂസുഫ് നബിയെ ആ സുന്ദരിയായ കുബേരകുമാരിയായ സലീഖ വിളിക്കുമ്പോ യൂസുഫ് നബി പറഞ്ഞ മറുപടി, അല്ലാഹുവിലേക്ക് ഞാൻ അഭയം പ്രാപിക്കുകയാ. യൂസുഫ് നബി അവസരം മുതലെടുത്തില്ല. എന്റെ പ്രിയപ്പെട്ട മുസ്ലിം സമുദായത്തിലെ ചെറുപ്പക്കാരാ, അന്യ പെണ്ണിന്റെ ഫോൺ നമ്പർ കിട്ടിയാൽ അവളുമായി കൊഞ്ചിക്കൊഴയുന്ന പ്രിയപ്പെട്ട മുസ്ലിമേ, ഗൾഫുകാരുടെ ഭാര്യമാരുമായി ചങ്ങാത്തമുണ്ടാക്കുന്ന പ്രിയപ്പെട്ട മുസ്ലിമേ, ഖുർആൻ പഠിപ്പിക്കുന്നത് അതല്ല പൊന്നുമോനെ. അപ്പോഴെല്ലാം നീ അതിൽ നിന്നും ഒഴിഞ്ഞു മാറുക നിൽക്കുക. എന്തിനാ പൊന്നുമോനെ വൈകുന്നേരം സമയങ്ങളിൽ വീട്ടിൽ വളർത്തുന്ന പട്ടിയെ അഴിച്ചുവിടുമ്പോ അതിന്റെ കഴുത്തിൽ ചങ്ങലയിട്ട് അഴിച്ചുവിടുന്ന പോലെ എന്തിനാ പൊന്നുമോനെ സ്റ്റൈലിന് കഴുത്തിൽ ചങ്ങലയും ഇട്ട് നടക്കുന്നത്? എന്തിനാ പ്രിയപ്പെട്ട മുസ്ലിമേ ഭ്രാന്താശുപത്രിയിലെ രോഗിയെ പോലെ കയ്യിൽ ചങ്ങലയും കെട്ടി നടക്കുന്നത്? എന്തിനാ പൊന്നുമോന് സ്റ്റൈലും കാണിച്ചുകൊണ്ട് അന്യ പെണ്ണിനെ വശത്താക്കാൻ എന്തിനാ പൊന്നുമോനെ നീ നടക്കുന്നത്? മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം ഉണ്ടല്ലോ, സൗന്ദര്യധാമമായ യൂസുഫ്. ആ യൂസുഫ് നബിക്ക് സൗന്ദര്യത്തിന് വേണ്ടി പൗഡർ ഇടേണ്ട ആവശ്യമില്ല. യൂസുഫ് അലൈഹിസ്സലാമിന് മസിൽ വിരിപ്പിക്കേണ്ട ആവശ്യമില്ല. യൂസുഫ് നബിക്ക് ടൈറ്റ് ടീഷർട്ട് ഇടേണ്ട ആവശ്യമില്ല. പിന്നെയോ മഹാനായ യൂസുഫ് വെറുമൊരു വെള്ള വസ്ത്രവും
ഉദ്ധരിച്ചുകൊണ്ട് ആ കുബേരകുമാരന്മാരുടെ മുന്നിലൂടെ പോകുമ്പോൾ അവരറിയാതെ അവരുടെ കൈകളിലിരുന്ന കത്തികൾ കൊണ്ട് സ്വന്തം കൈവിരൽ പോലും യൂസുഫിന്റെ സൗന്ദര്യം കണ്ടുകൊണ്ട് അവര് മുറിച്ചു പോവുകയാ, പരിസരം അവര് മറന്നു പോവുകയാ. എന്നിട്ടറിയാതെ അവരവിടെ നിന്ന് പറഞ്ഞുപോയി, മഹാദാ ബശറാ, ഞങ്ങളെ മുന്നിലൂടെ നടന്നുപോയ യൂസുഫ് ഉണ്ടല്ലോ, ഇത് മനുഷ്യനല്ല, ഇൻ ഹാദാ ഇല്ലാ മലക്കുൻ കരീം, ഇത് മാലാഖയാ, സ്വർഗലോകത്തിൽ നിന്ന് ഭൂമി ലോകത്തേക്ക് അവതരിപ്പിക്കപ്പെട്ട സുന്ദരനായ മാലാഖയാണിത്, മനുഷ്യനല്ല. അതായിരുന്നു യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സൗന്ദര്യം. എന്നാലോ ആ സൗന്ദര്യം വെച്ച് യൂസുഫ് നബി തന്റെ സൗന്ദര്യത്തിൽ മതിമറന്നു പോയ ഈജിപ്തിലെ കുബേരകുമാരിമാരുടെ മനം കവർന്നില്ല, അവരെ വശത്താക്കാൻ ശ്രമിച്ചില്ല. യൂസുഫ് നബി പറഞ്ഞില്ലേ, റബ്ബി സിജ്നു അഹബ്ബു ഇലയ്യ മിമ്മാ യദൂനനി ഇലൈഹി, കാമത്തിന് വേണ്ടി പ്രേമത്തിന് വേണ്ടി എന്നെ ക്ഷണിക്കുന്ന ഈ പെണ്ണുങ്ങളുണ്ടല്ലോ, അവരുടെ വിളിക്കുത്തരം കൊടുക്കുന്നതിനെക്കാട്ടിലും എനിക്ക് നല്ലത് കാരാഗ്രഹങ്ങൾക്കുള്ളിൽ അഴിയണ്ണി കെടുക്കലാണെന്ന് പറഞ്ഞ മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പിൻപറ്റുമോന്. എന്തിനാ നീ ഇങ്ങനെ പെണ്ണിന്റെ പുറകെ പോകുന്നത്? എന്തിനാ വഴിവക്കിൽ അന്യ പെണ്ണിനെ കാണാൻ നീ വാ തുറന്നുകൊണ്ട് നിൽക്കുന്നത്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, മന്നദറ ഇലാ മഹാസിനിമ്രാ, ഏതെങ്കിലും ഒരു പുരുഷൻ അന്യ പെണ്ണിന്റെ സൗന്ദര്യത്തിലേക്ക് നോക്കിയാൽ, അവള് നടക്കുമ്പോഴും അവർ ഇരിക്കുമ്പോഴും അവള് കുനിയുമ്പോഴും കാറ്റടിച്ചുകൊണ്ട് അവളെ വസ്ത്രം പറക്കുമ്പോഴും അവളുടെ സൗന്ദര്യത്തെ കാണാൻ പ്രാളം കൂട്ടുന്ന പ്രിയപ്പെട്ട മുസ്ലിമേ, അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, മന്നദറ ഇലാ മഹാസിനിമ്രാ, അങ്ങനെ അന്യ പെണ്ണിന്റെ ശരീര സൗന്ദര്യത്തിലേക്ക് ഒരു പുരുഷൻ നോക്കിയാൽ, യുൽഖൽ ഉനുകു ഫീ ഐനൈഹി യൗമൽ ഖിയാമ, നാളെ ഖിയാമത്ത് നാളിൽ അല്ലാഹു തആല അങ്ങനെ നോക്കി ആസ്വദിച്ചവനെ ഖിയാമത്തിൽ പിടിച്ച് മലർത്തി കിടത്തിയിട്ട് അവന്റെ കണ്ണുകളിലേക്ക് ഈയമുരുക്കി ഒഴിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. പെണ്ണിനെ നോക്കി ഇങ്ങനെ നിൽക്കും, ടൈം പാസ് അല്ലെ, ടൈം പാസ് ആണത്. ദുനിയാവിൽ ടൈം പാസ്സാകും, ആഖിറത്തിൽ ടൈം പാസ്സാവൂല. ഒരിക്കൽ ഇങ്ങനെ ഒഴിച്ചുകൊണ്ടേയിരിക്കും. ചിന്തിക്കും, എത്ര ബാറല്, എത്ര ടൺ കണക്കിന് നീയത്തിന് ബുക്ക് ചെയ്തിട്ടുണ്ട് എന്ന് ചിന്തിച്ചു നോക്കിക്കോളി. എന്തിനാ ഇങ്ങനെ നടക്കുന്ന നാണം കെട്ട മുസ്ലിം സമുദായത്തിലെ ചെറുപ്പക്കാരങ്ങനെ പെണ്ണിനെ കാണാൻ നിൽക്കുമ്പോ സഹോദരിമാര് അവർക്ക് പിന്നെ അതൊരു ചാൻസാ. കാണാൻ ആരെങ്കിലും ഒന്നും ഇല്ലെങ്കിൽ പിന്നെ രക്ഷയില്ല. കാണാൻ ആരെങ്കിലും ഒക്കെ ഒന്ന് വേണമല്ലോ. അതിനുവേണ്ടി നാണമില്ലാത്ത അവരെ മുന്നിലോടൊരു നടത്ത സ്റ്റൈല് വസ്ത്രമൊക്കെ ധരിച്ച് നല്ല ടൈറ്റ് ചുരിദാറും അല്ലെ കുഞ്ഞാടും ഒക്കെ ധരിച്ചുകൊണ്ടിങ്ങനെ നടക്കും. ഇന്നിപ്പോ പർദ്ദ തന്നെ ആ കോലത്തിലായി. പർദ്ദ ധരിക്കലും ധരിക്കാത്തതും ഒക്കെ ഒരേപോലായിപ്പോ. ശരീരത്തോട് ഒട്ടിപ്പിടിച്ച് കിടക്കുന്ന പർദ്ദ, ഓപ്പണായ പർദ്ദ, അകത്ത് കിടക്കുന്ന വസ്ത്രം പുറത്ത് കാണുന്ന ഓപ്പണായ പർദ്ദ, അതും ധരിച്ച് നാണമില്ലാതെ നടക്കുന്ന പെണ്ണ്. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു, ഒരു ചെറുപ്പക്കാരിയായ പെണ്ണെങ്ങനെ നടക്കണം. അങ്ങനെ നടന്ന ഒരിക്കലും മുസ്ലിം സമുദായത്തിലെ പെണ്ണ് വഴിതെറ്റൂല. മഹാനായ ശുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പൊന്നുമോളെ പറ്റി വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. തംശി അലസ്തിഹ്യാ, ശുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പൊന്നുമോള് വഴിയരികിലൂടെ നടക്കുമ്പോൾ ലജ്ജയോടുകൂടി നടന്നവളാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ശരീരത്തിന്റെ തടിപ്പും തുടിപ്പും വെളുപ്പുമെല്ലാം പുറത്തു കാട്ടി നാണമില്ലാതെ നടക്കുന്ന പെണ്ണേ, ഇങ്ങനെ നടന്നാൽ നിനക്കെന്ത് നേട്ടമുണ്ടാകാനാ? ആരെ കാണിക്കാനാണ് പൊന്നുമോളെ നീ ഇങ്ങനെ നടക്കുന്നത്? നീ ഇങ്ങനെ ചെത്തിയൊരുങ്ങി നടക്കുമ്പോൾ ഏതെങ്കിലും ഒരു പുരുഷൻ നിന്നെ ഒന്ന് നോക്കിയാൽ, ആ നോക്കുന്ന അവനും ആ നോക്കപ്പെടുന്ന നിനക്കും ഒരേ ശിക്ഷയാണ് മോളെ. അന്യപുരുഷന്റെ സ്നേഹം കിട്ടാൻ വേണ്ടിയാണ് നീ ഒരുങ്ങിച്ചെത്തി നടക്കുന്നതെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ലഅനല്ലാഹ്
ശപിച്ചിരിക്കുകയാ. ആരെയാ അല്ലാഹു ശപിച്ചത്? ഈ ഹദീസിൽ പറഞ്ഞത് വ്യഭിചാരികളെയല്ല, ഈ ഹദീസിൽ പറഞ്ഞത് കള്ളുകുടിക്കുന്നവരെയല്ല. പിന്നെയോ ലഅനല്ലാഹ് അന്നാളിറ വൽ മൻദൂറ ഇലൈഹി, അന്യ പെണ്ണിനെ കാണാൻ വഴിവക്കിൽ നിൽക്കുന്ന പൂവാലനായ പൊന്നുമോനെ, ആ പൂവാലന്റെ കണ്ണിന് കുളിർമേകിക്കൊണ്ട് അവന് സന്തോഷമുണ്ടാകുന്ന രീതിയിൽ അവന്റെ മുന്നിൽ നാണമില്ലാതെ വസ്ത്രം ധരിച്ചു എന്ന പേരില് ഔറത്ത് പുറത്ത് കാണിച്ചു കുണുങ്ങി നടക്കുന്ന പെണ്ണ്, രണ്ടുപേരെയും അല്ലാഹു ശപിച്ചിരിക്കുകയാ. അള്ളാന്റെ ശാപം വലിച്ചു വെച്ചാൽ പിന്നെ രക്ഷയുണ്ടോ? അള്ളാന്റെ ശാപത്തിന് അർഹരായാൽ പിന്നെ രക്ഷയുണ്ടോ? അള്ളാന്റെ ഖുർആൻ തന്നെ പറഞ്ഞില്ലേ, ആരെ അല്ലാഹു ശപിച്ചിരിക്കുന്നു, ആരാണോ അള്ളാന്റെ ശാപം പിടിച്ചു വാങ്ങിയത്, ഫലം തജിദ ലഹു സബീലാ, അവർക്ക് പിന്നെ രക്ഷാമാർഗമില്ല, അവർക്ക് പിന്നെ രക്ഷപ്പെടാൻ പറ്റില്ല. ദുനിയാവിൽ രക്ഷയില്ല പൊന്നുമോനെ, ആഖിറത്തിൽ രക്ഷയില്ല പൊന്നുമോനെ. പ്രേമത്തിന്റെ പേരും പറഞ്ഞ് നടക്കുന്നവർക്ക് ദുനിയാവിലും ആഖിറത്തിലും രക്ഷയില്ല. അതുകൂടെ പറഞ്ഞ് ഇൻഷാ അല്ലാഹ് നമുക്ക് അവസാനിപ്പിക്കാം. ഇന്നിപ്പോ രസമല്ലേ, പ്രേമിച്ച് കല്യാണം കഴിച്ച് ഉമ്മയും വാപ്പയും എല്ലാം ഉപേക്ഷിച്ച് ഇസ്ലാമിനെ ഉപേക്ഷിച്ച് ഏതവന്റെ എങ്കിലൊക്കെ കൂടെ ഇറങ്ങി പോകാം, പ്രശ്നമില്ല. എന്നിട്ട് പേരുമൊത്തവും മുസ്ലിം സമുദായത്തിലെ ചെറുപ്പക്കാരൻ അല്ലെ, റോമിയോ ജിഹാദും ലൗഹ് ജിഹാദും ഒക്കെ മുസ്ലിം സമുദായത്തിലെ ചെറുപ്പക്കാർ. അപ്പോ ആ രീതിയിൽ പോകാൻ ആഗ്രഹിക്കുന്ന പ്രേമത്തിന്റെയും കാമത്തിന്റെയും പിറകിൽ നടക്കുന്ന സഹോദരി സഹോദരന്മാർ അറിഞ്ഞോളി. അതുകൂടെ പറഞ്ഞ് ഇൻഷാ അല്ലാഹ് നമുക്ക് അവസാനിപ്പിക്കാം. പ്രേമത്തിന്റെയും കാമത്തിന്റെയും പേര് പറഞ്ഞ് സുഖത്തിന്റെ പറുദീസ തേടിക്കൊണ്ട് പ്രിയപ്പെട്ട ഉമ്മയെയും വാപ്പയെയും ഉപേക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിനെയും റസൂലിനെയും ഉപേക്ഷിച്ചുകൊണ്ട് ഓടിപ്പോകുന്ന പ്രിയപ്പെട്ട പെണ്ണേ, അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയുന്നു, വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ, തെറ്റാണ് എന്ന് മനസ്സിലാക്കിയിട്ടും സന്മാർഗമെന്തെന്ന് മനസ്സിലാക്കിയിട്ടും അള്ളാനെ വേണ്ട, അള്ളാന്റെ റസൂലിനെ വേണ്ട എന്ന് പറഞ്ഞ് സുഖത്തിന്റെ പറുദീസ തേടി പോന്ന മുസ്ലിമേ, വയത്തബിഉ ഗൈറ സബീലിൽ മുഅ്മിനീൻ, മുഅ്മിന് ചേരാത്ത പാത തേടി പോന്ന മുസ്ലിമേ, അന്യ പെണ്ണുമായി ബന്ധം വെക്കുന്ന ചെറുപ്പക്കാരാ, അന്യ ചെറുപ്പക്കാരനുമായി ബന്ധം വെക്കുന്ന പെങ്ങള്, അല്ലാഹു പറയുന്നു, നുവല്ലിഹി മാ തവല്ലാ, ഞാൻ അവരെ അങ്ങ് വിട്ടയക്കുന്നതാ. പാർക്കിൽ പോയിക്കോട്ടെ, ബീച്ചിൽ പോയിക്കോട്ടെ, ഹോട്ടലിൽ പോയിക്കോട്ടെ, ഒളിച്ചോടി പോയിക്കോട്ടെ, നുവല്ലിഹി മാ തവല്ലാ, ഞാൻ അവരെ വെറുതെ അങ്ങ് വിട്ടയക്കുന്നു. പക്ഷേ വനുസ്ലിഹി ജഹന്നം, വനുസ്ലിഹി ജഹന്നം, അങ്ങനെ പോയി 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 അവസാനം അവരതാ കത്തിയാളുന്ന നരകത്തിലേക്ക് വന്നു പതിക്കുന്നതാ. അല്ലാഹ് പറയുന്നു, ഞാനങ്ങ് വിടും, പാർക്കിലോ ബീച്ചിലോ എവിടെ വേണേലും പോയിക്കോട്ടെ, അവസാനം ഒരു പിടി പിടിക്കും ഞാൻ. അതൊരു അവസാനത്തെ പിടിയാ, പിന്നെ അവിടെ രക്ഷയൊന്നുമില്ല. ഈ പോയതിനൊക്കെ അള്ളാഹു പകരം വെച്ചിട്ടുണ്ട്. അവിടെ ഈ ഒളിച്ചോടി പോയതിനും കാമുകി കാമുകന്മാര് സന്തോഷിക്കുന്നതിനൊക്കെ അള്ളാഹു അവിടെ പകരം വെച്ചിട്ടുണ്ട്. കേട്ടോളിൻ, വിശുദ്ധ ഖുർആൻ പറഞ്ഞു മനസ്സിലാക്കി തരുന്നു. കാമുകിയുടെ പിറകിൽ പോയ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, കാമുകന്റെ വിളിക്കുത്തരം നൽകിക്കൊണ്ട് അവന്റെ പിറകെ ഓടിപ്പോയ പ്രിയപ്പെട്ട പെണ്ണ്, ഇന്ന് നിന്റെ പിറകിൽ പ്രേമത്തിന്റെയും കാമത്തിന്റെയും പേര് പറഞ്ഞ് നിന്നെ സപ്പോർട്ട് ചെയ്യാൻ, നിന്നെ സന്തോഷിപ്പിക്കാൻ ആളുകളുണ്ടല്ലോ. നാളെ നീ അള്ളാന്റെ മുന്നിലേക്ക് ചെന്ന് നിൽക്കുമ്പോൾ അള്ളാഹു അതാ നരകത്തെ കൊണ്ടുവരികയാ. ഇദാ റഅതുഹും മിൻ മകാനിൻ ബഈദ് സമിഉ ലഹാ തഗയ്യുദൻ വസഫീറാ, ദൂരെ നിന്നും ആ നരകത്തെ കൊണ്ടുവരുമ്പോൾ ആ നരകത്തിന്റെ ആക്രോശം നീ കേൾക്കുകയാ, ആ നരകത്തിന്റെ അട്ടഹാസം കേൾക്കുകയാ. അങ്ങനെ പേടിച്ചരണ്ട് നീ നിൽക്കുമ്പോ കത്തിയാളുന്ന നരകത്തെ കൊണ്ടുവരുന്നു. വബുരിസത്തിൽ ജഹീമു ലിമൻ യറാ,
അല്ലാഹു ആ നരകത്തെ ഇങ്ങനെ തുറന്നു കാട്ടുമ്പോ നീ ഇങ്ങനെ പേടിച്ചു വരണ്ട് മഹ്ശറയിലൂടെ ഓടാൻ തുടങ്ങുകയാ. അന്ന് നിന്റെ പിറകെ കാമുകനില്ല, അന്ന് നിന്റെ പിറകെ കാമുകയില്ല. പിന്നെയോ നിന്റെ പിറകിൽ ആരാണ്? മിൻവറാഇഹി ജഹന്നം, മിൻവറാഇഹി ജഹന്നം. നരകമതാ പിറകിൽ വരികയാ, നരകമതാ പിറകിൽ വരികയാ. തദൂ തദൂ മൻ അദ്ബറ വതവല്ല. ഓടിപ്പോകുന്നവരെ നരകം വിളിക്കുകയാ. കാമുകന്റെ വിളിക്കുത്തരം നൽകിയ പെണ്ണ്, കാമുകിയുടെ വിളിക്കുത്തരം നൽകിയ ചെറുപ്പക്കാരാ, എന്നിലേക്ക് നീ വരിക, എന്നിലേക്ക് വരിക, നിന്നെ കൊണ്ട് ഞാനും ഒന്ന് സന്തോഷിക്കട്ടെ എന്ന് പറഞ്ഞ് നരകം നിന്റെ പുറകെ വരുമെന്ന് ഖുർആൻ. ഇന്ന് കാമുകനും കാമുകിയുണ്ട്, നാളെ ആരുമില്ല. നാളെ പിറകിൽ വരാൻ നരകം, നരകം മാത്രമേ ഉള്ളൂ. ഇന്ന് ഹോട്ടലിലും കൂൾ ബാറിലും ഒക്കെ പോയി ഐസ്ക്രീമും കൂൾ ഡ്രിങ്ക്സും ഒക്കെ എത്ര വേണമെങ്കിലും കുടിക്കാൻ എന്താ ഒരു രസവാ, എന്താ ഒരു രസവാ അല്ലേ? ഹോട്ടലുകളിലേക്ക് പോയി ബ്രോസ്റ്റ് ചിക്കനും ഫ്രോസ്റ്റ് ചിക്കനും എല്ലാം തിന്നാം. അള്ളാഹു അതൊക്കെ പകരം വെച്ചിട്ടുണ്ട്. ഡ്രിങ്ക്സ് ആഖിറത്തിലുമുണ്ട്, ഫ്രൈ ആഖിറത്തിലുമുണ്ട്. അല്ലാഹു തആല പറയുന്നു, അങ്ങനെ അല്ലാഹനെ അനുസരിക്കാത്ത മനുഷ്യരുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ട പെണ്ണെ, കാമുകൻ നൽകുന്ന ഐസ്ക്രീമിന് വേണ്ടി, കാമുകൻ നൽകുന്ന കൂൾ ഡ്രിങ്ക്സിന് വേണ്ടി അവന്റെ പിറകെ ഇസ്ലാമിനെ വലിച്ചെറിഞ്ഞുകൊണ്ട് നാണമില്ലാതെ ഓടിപ്പോകുന്ന പ്രിയപ്പെട്ട പെണ്ണ്, നാളെ നിനക്കതാ കുടിക്കാൻ തരുന്നു. തിളച്ചു മറിഞ്ഞ സദീദ് എന്ന വെള്ളം തരികയാ, സദീദ് എന്ന വെള്ളം തരികയാ. എന്താണ് സദീദ് എന്ന് പറയുന്നത്? മായസീലു ബൈനൽ ജിൽദി വലഹ്മിൽ കാഫിരി. കാഫിറായ മനുഷ്യനുണ്ടല്ലോ, ആ നരകത്തിൽ കിടന്ന് കത്തിയെരിയുന്ന മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യന്റെ തൊലിയെല്ലാം ഇങ്ങനെ ഉരുകിയിട്ട് അതിലൂടെ ഇങ്ങനെ ഒലിച്ചടിക്കുന്ന ചീഞ്ചലമുണ്ടല്ലോ, ദുർഗന്ധം വമിക്കുന്ന ചീഞ്ചലമുണ്ടല്ലോ. അതാണ് നിനക്ക് നാളെ കുടിക്കാൻ തരുന്നത്. ശവായി ചിക്കൻ തിന്നാൻ പോയ പെണ്ണേ, ഗ്രിൽഡ് ചിക്കൻ തിന്നാൻ പോയ പെണ്ണേ, നാളെ നരകം നിന്നെ വിളിക്കുകയാണ്. എന്തിനാ? ആ ശവായി പോലെ നിന്നെ പൊരിച്ചെടുക്കാൻ, പിൻഭാഗത്ത് കൂടി കമ്പി കുത്തിക്കയറ്റി തലയിലൂടെ പുറത്തെടുത്തിട്ട് നരകത്തിന്റെ തീയിലിട്ട് കറക്കിയെടുക്കാൻ. അതുപോലെ നിന്നെ പൊരിച്ചെടുത്തുകൊണ്ട് ദുനിയാവിൽ ഫ്രൈ തിന്ന പോലെ നിന്നെ ഫ്രൈ ആക്കുമെന്ന് വിശുദ്ധ ഖുർആൻ. അപ്പൊ ഐസ്ക്രീമുമായി കൂൾ ഡ്രിങ്ക്സുമായി അല്ലേ, ഫ്രൈയുമായി. പിന്നെ കാമുകി കാമുകാർക്കുള്ള ഏറ്റവും വലിയ രസം പറയുമ്പോ ആർക്കും ഒരു ബുദ്ധിമുട്ട് തോന്നണ്ട. അപ്പോ കാമുകി കാമുകാർക്കുള്ള ഏറ്റവും നല്ല രസം ഈ തൊട്ടുരുമി ഇരിക്കാൻ നല്ല രസമാണ്. എന്റെ സഹോദരിമാരും പ്രത്യേകിച്ച് ചിന്തിച്ചോളി. സ്കൂളുകളിലും കോളേജിലും ഒക്കെ പഠിക്കുമ്പോ കൂട്ടുകാര് അല്ലേ, ഉസ്താദ് വല്ലതും പറഞ്ഞ ഉസ്താദിന് സോഷ്യൽ മെന്റാലിറ്റി ഇല്ല, ഉസ്താദിന് വിവരം ഇല്ലാത്തോണ്ടാന്ന് അയാള് സ്കൂളിൽ പോയിട്ടില്ലല്ലോ. ഞങ്ങളൊക്കെ ഫ്രണ്ട്സ് അല്ലേ, ഞങ്ങളൊക്കെ സഹോദരീ സഹോദരന്മാരല്ലേ അല്ലേ അല്ലേ? അന്യ പെണ്ണുവാണും പരസ്പരം മുട്ടിയിരുമ്പോ പുറത്തെല്ലാവർക്കും സഹോദരീ സഹോദരന്മാരാ. എന്നാൽ അന്യ പെണ്ണ് നിന്റെ അടുത്ത് വന്നിരിക്കുമ്പോ ആരാണോ അവളെ ഒരു സഹോദരിയായി കാണുന്നത്? അങ്ങനെ കണ്ടിരുന്നെങ്കിൽ ഒളിച്ചോട്ടം നടക്കുവോ? അങ്ങനെ കണ്ടിരുന്നെങ്കിലും പീഡനങ്ങൾ നടക്കുവോ? അപ്പൊ സോഷ്യൽ മെന്റാലിറ്റിയുടെ മാതാപിതാക്കളും ഇങ്ങനെ വിട്ടുകൊടുക്കുക. മക്കൾ ആരോടെ സംസാരിക്കുന്നു ഒന്നും ഒരു വിഷയമല്ല, മക്കൾക്ക് അതൊന്നും ഒരു വിഷയമല്ല. ദീനുമായി ബന്ധപ്പെടുത്താൻ ശ്രമിക്കൂല, ഖുർആൻ പഠിപ്പിക്കാൻ ശ്രമിക്കൂല. വനിതയും മംഗളും ഒക്കെ ഇങ്ങനെ വാരി കൊടുക്കും പ്രേമത്തെ പറ്റി പഠിക്കാൻ അല്ലേ? വനിതക്കാരൊരു സമയത്ത് ഒരു സർവേ പുറത്തുവിട്ടു, ലോകത്താർക്കും കിട്ടാത്തൊരു സർവേ. എവിടെ നിന്ന് കിട്ടിയെന്തോ അല്ലാഹു അലം. ഓരോ ജില്ലയിലുമുള്ള പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും പ്രേമത്തിന്റെ ശതമാനം, കൊല്ലം ജില്ലയിൽ 80%, തിരുവനന്തപുരം ജില്ലയിൽ 90% അല്ലേ? ഇതൊക്കെയാ മക്കൾക്ക് വാങ്ങിക്കൊടുക്കുന്നേ. എന്നിട്ട് പ്രിയപ്പെട്ട മക്കൾ അതൊക്കെ വായിക്കുമ്പോ ഒരു തോന്നലുണ്ട്, അല്ല കൊല്ലം ജില്ലയിൽ 80% നടക്കുന്നില്ലേ, പിന്നെന്താ എനിക്കൂടെ ഒന്നായ? അങ്ങനെ തോന്നിപ്പിക്കുന്ന മംഗളം, മനോരമ
അതിനകത്തൊക്കെ പങ്ക്തികളുണ്ട്. എന്നെക്കാട്ടി നിങ്ങൾക്കറിയാലോ കിനാവും കണ്ണീരെന്ന് പറയുന്ന പങ്ക്തി. എവിടെ നിന്നോ ഒരു പെണ്ണിന്റെ പേരും വെച്ചിട്ട് ഒരു പെണ്ണിങ്ങനെ എഴുതും, ചേച്ചി ഞാനിങ്ങനെ 10 പഠിച്ചപ്പോ അല്ലെങ്കിൽ 8 പഠിച്ചപ്പോ ഒരു ചെറുപ്പക്കാരനായിട്ട് പ്രേമമായിരുന്നു, വീട്ടിലിറങ്ങി സ്കൂൾ മാറ്റി, 10 വേറൊരുത്തനായി, പിന്നെ അവിടെ നിന്ന് മാറി +2 അടുത്തവനായി, ടൈപ്പ് ഇപ്പൊ അടുത്തവനായി, ഞങ്ങളൊക്കെ പലയിടത്തും പോയി കറങ്ങി, ഇനി ഒന്നും നടക്കാനില്ല, ഇപ്പൊ എന്റെ കല്യാണം ഉറപ്പിച്ചേക്കോ, പ്രശ്നം വല്ലതും ഉണ്ടോ? അപ്പൊ ചേച്ചി അവിടുന്ന് നീട്ടി വലിച്ചൊരു മറുപടി, ഒരു പ്രശ്നമില്ല മോളെ, ഇതൊക്കെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാവുന്നതല്ലേ. ആഹാ, അപ്പൊ അത് വായിക്കുന്ന ഒരു ശരാശരി പിന്നെ എനിക്ക് എന്തായിക്കൂടാത്ത എല്ലാവർക്കും സംഭവിക്കുന്നതല്ലേ. അപ്പൊ ഇതൊക്കെയാ മാതാപിതാക്കൾക്ക് മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നേ. സിനിമകളും സീരിയലുകളും വൃത്തികെട്ട പാട്ടുകളും ഒക്കെ ഇരുന്ന് കാണിച്ചു കൊടുത്ത് ഉറങ്ങിക്കിടക്കുന്ന വികാര വിചാരങ്ങൾ ഉണർത്തിവിടുക മാതാപിതാക്കൾ തന്നെ. എന്നിട്ട് ഫ്രണ്ട്ഷിപ്പിന്റെ പേര്. അപ്പൊ ഈ തട്ടി മുട്ടി ഇരുമാനൊക്കെ നല്ല രസവാ അല്ലേ? കോളേജിലും ബസ്സിലും ട്രെയിനിലും കാണാമല്ലോ. റെയിൽവേ സ്റ്റേഷനിലേക്കൊക്കെ ചെന്നാല്, കരുനാപ്പള്ളി റെയിൽവേ സ്റ്റേഷൻ ഒരു 10-11 മണിക്ക് ചെന്നാൽ മതി, ക്ലാസ്സൊക്കെ കട്ട് ചെയ്ത് ബാഗും ഒക്കെ പിടിച്ച് അവിടെ വന്നിരിക്കുന്നതാണ്. അതൊരു പ്രത്യേക രസമാണ്. അതിനും അള്ള പകരം വെച്ചിട്ടുണ്ട്. അവിടെ അള്ള പറഞ്ഞല്ലോ നരകത്തിൽ വെച്ച് പിടിക്കുന്നു, അതൊന്നും വെറുതെ അല്ല. അള്ളാഹു ഇതിനും അവിടെ പകരം വെച്ചിട്ടുണ്ട്. അന്യ പെണ്ണിനെ മുട്ടാൻ നടക്കുന്ന ചെറുപ്പക്കാരുണ്ടെങ്കിൽ ഓർത്തോ, നിനക്ക് അള്ളാന്റെ റസൂലിന്റെ മുന്നിൽ സ്ഥാനമില്ല. ഹാനായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, മിൻ അയ്യസവ റജുലൻ ഖിൻസീറൻ മുതലബ്ദിഹൻ ബിദീനിൻ ഔ ഹമിആ ഖൈറുൽ ലഹു മിൻ അയ്യസ്ഹിമാ മൻകിബ ഇംറാത്തിൻ വ മൻകിബൈഹി ലാ തഹില്ലു ലഹു. ബസ്സിലും കോളേജിലും ഷോപ്പിംഗ് കോംപ്ലക്സിലുമെല്ലാം അന്യ പെണ്ണിന്റെ ശരീരത്തോട് മുട്ടിയുരുമാൻ നടക്കുന്ന പ്രിയപ്പെട്ട പൊന്നുമോന്, അള്ളാന്റെ മുന്നിൽ നിനക്ക് സ്ഥാനമില്ലടാ, അള്ളാന്റെ റസൂലിന്റെ മുന്നിൽ സ്ഥാനമില്ലടാ. അള്ളാന്റെ റസൂല് പറഞ്ഞു, അങ്ങനെ നടക്കുന്ന നാളം കെട്ടവന്മാരുണ്ടല്ലോ, അതിനെക്കാട്ടിയൊക്കെ അവന്മാർക്ക് നല്ലത് മലത്തിലും ചീഞ്ചലത്തിലും സ്വന്തം വിസർജനം പോലും തിന്നു കഴിയുന്ന, ചെളിക്കുണ്ടിൽ താമസിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ജീവിയായ പന്നിയെക്കാട്ടിലും താഴ്മയറ്റുപോയവരാണ്. അതിനെക്കാട്ടിലുമൊക്കെ അവന് നല്ലത് ആ മലത്തിൽ പോയി കിടന്ന് പന്നിയെ കെട്ടിപ്പിടിക്കലാണെന്ന് മുഹമ്മദ് മുസ്തഫ. തട്ടിയുരുമ്പോ ആണിനും പെണ്ണും പന്നിയെക്കാട്ടിലും മോശപ്പെട്ടവരാ. റസൂലുള്ളാഹിന്റെ മുമ്പിൽ ഒരു സ്ഥാനവും ഇല്ല. പിന്നെ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയുന്നു, അള്ളാനെ അനുസരിക്കാത്ത മനുഷ്യര്, കാമുകനുമുണ്ടല്ലോ, തൊട്ടുതലോടി രസിച്ച് നടന്ന മനുഷ്യര്, നാളെ അവരങ്ങ് ആഖിറത്തിലേക്ക് ചെല്ലുമ്പോ, അള്ളാന്റെ മുന്നിലേക്ക് ചെല്ലുമ്പോ അള്ളാഹു അതാ കാലിൽ പിടിച്ചു വലിച്ചെടുക്കുന്നു. എന്നിട്ടോ അള്ളാഹു ഇങ്ങനെ നരകത്തിലേക്കൊന്ന് ടച്ച് ചെയ്യിപ്പിക്കുകയാ. നരകത്തിലും മുക്കിയില്ല, നരകത്തിലേക്ക് അള്ളാഹ് ഒന്ന് അടുപ്പിച്ചു കൊണ്ടുവരുമ്പോൾ അള്ളാന്റെ ഖുർആൻ പറയുന്നു, അവരുടെ മുഖമെല്ലാം ഉരുകിപ്പോകുന്നതാ. ഇന്ന് കത്തിക്കൊണ്ടിരിക്കുന്ന തീടടുക്കലേക്ക് ഒരു പ്ലാസ്റ്റിക് കവർ കൊണ്ട് ചെല്ലുമ്പോ അതെപ്രകാരം ഉരുകി വികൃതമാകുന്നു, അതുപോലെ നിന്റെ മുഖമെല്ലാം ഉരുകി വികൃതമാകുന്നതാ. അള്ളാന്റെ റസൂല് പറഞ്ഞു, വതസ്തർഹി ശഫതഹുൽ ഉല്യാ ഹത്താ തബ്ലുഗ വസത റഅസിഹി. ആ നരകത്തിനടുക്കലേക്ക് കൊണ്ട് ചെല്ലുമ്പോൾ മേൽ ചുണ്ടിങ്ങനെ മുകളിലേക്ക് തലയുടെ പകുതി വരെയും ഉരുകിപ്പോവുകയാ. വതഖലിസു ശഫതഹു സുഫ്ലാ ഹത്താ തദ്രിബ സുറതഹു. ആ കീഴ്ചുണ്ട് താഴെ കുഴുകിയിട്ട് പൊക്കിടി വരെയും ഉരുകി പോവുകയാണ്. എങ്ങനെയാണ്? വഹും ഫീഹാ കാലിഹൂൻ. ഒരു ആട്ടിൻകുട്ടിയുടെ തോലുരിച്ചെടുത്തിട്ട് അതിനെ എപ്രകാരം മസാല പുരട്ടി പൊരിച്ചെടുക്കുമ്പോ അതിന്റെ പല്ലെല്ലാം പുറത്തേക്ക് തള്ളി വരുമോ, അതുപോലെ ഇങ്ങനെ മുഖമെല്ലാം കരിഞ്ഞ് വികൃതമായിരിക്കുകയാണ്. അന്ന് അള്ളാഹു നിന്നോട് പറയും, പൊന്നുമോനെ, അള്ളാഹു നിന്നോട് പറയുന്നതാണ്, പൊന്നുമോള്, ദുനിയാവിൽ ഒരുപാട് തൊട്ട് തലോടി രസിച്ചതല്ലേ, കാമുകനെ തലോടി രസിച്ചതല്ലേ, കാമുകയെ തലോടി രസിച്ചതല്ലേ,
ബീച്ചിലും പാർക്കിലുമെല്ലാം നീ ഒരുപാട് രമിച്ചതല്ലേ, രസിച്ചതല്ലേ. എന്നാലോ ഇവിടെയും രസിച്ചുകൊള്ളുക, ഇവിടെയും രസിച്ചുകൊള്ളുക. രുചിച്ചു നോക്കടാ ചെറുപ്പക്കാരാ, രുചിച്ചു നോക്കടി ചെറുപ്പക്കാരി. ദുനിയാവിൽ ഒരുപാട് തലോടല് രസിച്ചതല്ലേ, സക്കറിന്റെ തലോടലും ഒന്ന് രസിച്ചു നോക്കുക. മുഖമെല്ലാം മുരുകിയിട്ട് നിലവിളിച്ചുകൊണ്ട് നീ നിൽക്കുമ്പോൾ അള്ളാഹു നിന്നോട് പറയുമെന്ന് ഖുർആൻ. സാമ്പിൾ ടച്ചിന്റെ കാര്യമോ പറഞ്ഞേ, ചുമ്മാ ഒന്ന് അടുത്തേക്ക് കൊണ്ടു ചെല്ലും, മുഖമെല്ലാം കരിഞ്ഞ് വികൃതമാവും. അല്ല പറയും, നോക്കൂ, രുചിച്ചോ രുചിച്ചോ, ദുനിയാവില് നല്ല രസിച്ചതല്ലേ. ഈ സക്കറിന്റെ തടവലും കൂടി ഒന്ന് രസിച്ചോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര്, മുസ്ലിം സമുദായത്തിലെ ചെറുപ്പക്കാര്, ഈ പ്രേമത്തിന്റെയും കാമത്തിന്റെയും പിറകിൽ പോകാതെ യഥാർത്ഥ മുസ്ലിമായി ജീവിക്കാൻ ശ്രമിക്കും. യഥാർത്ഥ മുസ്ലിമായി ജീവിക്കാൻ ശ്രമിക്കും. നമുക്ക് ഇസ്ലാം ഒരു വിലയില്ലാത്ത വസ്തുവായി, വിലയില്ലാത്തൊരു ആദർശമായി. ഇസ്ലാമിനോട് നമുക്ക് സ്നേഹമില്ല. ഈ ഇസ്ലാം, നമ്മളൊക്കെ ജനിച്ചപ്പോഴേ മുസ്ലിം ആയതുകൊണ്ട് ഇസ്ലാം നമുക്കൊരു വിലയില്ലാതായി. എങ്ങനെയാ ഇസ്ലാം നമ്മുടെ കയ്യിലേക്ക് എത്തിയത്? എന്റെ ചെറുപ്പക്കാര് മനസ്സിലാക്കി. ഇസ്ലാമിന് വേണ്ടി പോരാടാനും അടരാടാനും ചങ്കൂറ്റമില്ലാത്ത ചെറുപ്പക്കാര്, അന്ധവിശ്വാസങ്ങൾക്കെതിരെയും അനാചാരങ്ങൾക്കെതിരെയും അടരാടാൻ ചങ്കൂറ്റമില്ലാത്ത ചെറുപ്പക്കാര്, പെണ്ണിന്റെ പുറമെ വാലാട്ടി നടക്കുന്ന നാണമില്ലാത്ത ചെറുപ്പക്കാര്, അള്ളാഹു ഹറാമാക്കിയ എല്ലാ പ്രവണതകളെയും നെഞ്ചോടടുപ്പിച്ച ചെറുപ്പക്കാരന്റെ മുന്നിൽ ഒരേ ഒരു ചരിത്രവും കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കലും മസ്ജിദ് നബവിയിൽ ഇരുന്നു കൊണ്ട് സ്വഹാബാക്കൾക്ക് ഇസ്ലാമിൻ്റെതായ ഓരോ കാര്യങ്ങളും പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ അപ്പോൾ പറഞ്ഞു കൊടുക്കുന്നത് നിക്കാഹിന്റെ കാര്യമാണ്. ഇസ്ലാമിൽ എങ്ങനെയാ നിക്കാഹ് നടത്തേണ്ടേ, എങ്ങനെയാണ് അതിന്റെ കർമ്മങ്ങൾ, അതിന്റെ ചടങ്ങുകൾ. അതൊരു വല്ലാത്ത വിഷയമാണ്. നമുക്കിന്ന് അതൊരു വിഷയമല്ല. ഇൻഷാ അല്ലാഹ് അടുത്ത മെയ് 1, 2 തീയതികളിൽ ഈ വിനീതിന് ചുറ്റുമൂല പ്രഭാഷണമുണ്ട്. ഇൻഷാ അല്ലാഹ് അവിടുത്തെ വിഷയം അതായിരിക്കും. അപ്പോ മുസ്ലിം ചെറുപ്പക്കാർക്ക് ഇന്ന് കല്യാണം അത് സ്ത്രീധനം വാങ്ങിച്ചെടുക്കാനുള്ള ഒരു കുറുക്കു വഴിയായി മാറി. സ്ത്രീധനം ഇന്ന് ചെറുപ്പക്കാര് ലഹരിയായി പോയി. സാന്ദർഭികവശാൽ അതും കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. എന്തായാലും ചെറുപ്പക്കാരുടെ കാര്യമല്ലേ പറയുന്നത്. ഖുർആൻ ഒരു ചെറുപ്പക്കാരന്റെ കല്യാണാലോചനയെ പറ്റി പറയുന്നു. സാന്ദർഭികമായി ഓർമ്മ വന്നുകൊണ്ട് പറയാം. ഒരു ചെറുപ്പക്കാരന്റെ കല്യാണാലോചനയെ പറ്റി വിശുദ്ധ ഖുർആൻ പറയുന്നു. മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിന്റെ കല്യാണാലോചന. നമ്മുടെയൊക്കെ കല്യാണ ആലോചന എന്ന് പറയുമ്പോഴേ ചെറുപ്പക്കാർ സ്വപ്നം കാണും. സ്വിഫ്റ്റ് പറയണോ അതോ എറ്റിയോസ് പറയണോ, എന്തു പറയണോ എന്നുള്ള ഒരു സ്വപ്നം കാണലാ. മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിന്റെ കല്യാണമാലോചന നടക്കുമ്പോൾ ആ മൂസാ നബി കല്യാണം കഴിക്കുന്ന പുതിയ പെണ്ണിന്റെ വാപ്പയായ ശുഐബ് നബി പറയുന്നു, മൂസാ ഇന്നി ഉരീദു അൻ ഉൻകിഹക ഇഹ്ദ ഇബ്നതയ്യ ഹാതൈനി, എന്റെ 2 പെൺമക്കളിൽ ഒരാളെ നിനക്ക് കല്യാണം കഴിച്ചു തരാൻ ഞാൻ ആഗ്രഹിക്കുന്നു മൂസാ. ഏതെങ്കിലും പെണ്ണിന്റെ വാപ്പ കല്യാണമാലോചനയുമായി വന്നാൽ ഉടൻ തന്നെ ഡിമാൻഡ് പറയുന്ന മുസ്ലിമേ, ഖുർആൻ പഠിപ്പിക്കുന്നത് അതല്ലടാ. ഉടൻ തന്നെ ശുഐബ് നബി പറഞ്ഞു, അലാ അൻത ഉജുറനി 8 ഹിജജ്, അല്ലയോ മൂസ, എന്റെ മോളെ നിനക്ക് കല്യാണം കഴിക്കണോ മൂസ, എങ്കിലോ എന്റെ വീട്ടില് 8 വർഷം കൂലിവേല ചെയ്യൂ മൂസ. അതല്ല, ഇനി 10 വർഷം കൂലി ചെയ്താലും അത് നിന്റെ ഔദാര്യമാണ് മൂസാ. മൂസാ നബി സമ്മതിക്കുകയാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിന്റെ കല്യാണം ഇതുപോലെ നടക്കുന്നോ പൊന്നുമോര്? കല്യാണം ആലോചിക്കുമ്പോ നീ കെട്ടാൻ പോകുന്ന പെണ്ണിന് അവൾക്ക് എത്ര മഹർ വേണമെന്ന് ചോദിച്ചുകൊണ്ട് ഏത് കല്യാണമാണടാ നടക്കുന്നത്? നാണം കെട്ട സ്ത്രീധനം വാങ്ങിച്ചുകൊണ്ട് നാണം കെട്ട കല്യാണം കഴിക്കുന്ന മുസ്ലിമേ, ഒന്ന് മനസ്സിലാക്കിക്കൊള്ളുക. ഈ സ്ത്രീധനം എന്ന് പറയുന്ന അനാചാരമുണ്ടല്ലോ, അതെവിടെ നിന്ന് വന്നതാ? അള്ളാഹുവിന്റെ ഈ വിശുദ്ധമായ മണ്ണില് അള്ളാന്റെ അടിമകളെ സ്വസ്ഥ
സ്വസ്ഥമായി ജീവിക്കാൻ അനുവദിക്കാതെ ഈ ഭാരതത്തെ വെള്ളപ്പട്ടികൾ അടക്കി പാടിരുന്ന കാലമുണ്ടല്ലോ. അന്നവർക്ക് ഇവിടെ ഉണ്ടായിരുന്ന പാവപ്പെട്ട സ്ത്രീജനങ്ങളോട് മോഹമുണ്ടായി. ഇവിടുത്തെ ചെറുപ്പക്കാരികളെ പിടിച്ചുകൊണ്ടുപോയിട്ട് അവരുടെ കിടപ്പറകൾ പങ്കുവെക്കാൻ ബലാത്കാരമായി വെള്ളപ്പട്ടാളം ഉപയോഗിച്ചു. അങ്ങനെ ഉപയോഗിക്കപ്പെട്ട പെണ്ണിനെ കല്യാണം കഴിക്കാൻ ആരും തയ്യാറായില്ല, ആരും അതിനുവേണ്ടി രംഗത്ത് വന്നില്ല. അങ്ങനെ അവരുടെ മാതാപിതാക്കൾ വന്ന് പരാതി പറഞ്ഞപ്പോ പട്ടാളക്കാര് മാതാപിതാക്കളോട് പറഞ്ഞു, നിങ്ങളുടെ മകളുണ്ടല്ലോ, മാനം നഷ്ടപ്പെട്ട മറ്റുള്ളവരോടൊപ്പം കിടപ്പറ പങ്കുവെച്ച നിങ്ങളുടെ മോളെ കല്യാണം കഴിക്കാൻ തയ്യാറുള്ള ചെറുപ്പക്കാരനെ കൊണ്ടുവരിക. അവന് ഞങ്ങൾ ഇത്ര പവൻ സ്വർണം കൊടുക്കാം, ഇന്ന കാറ് കൊടുക്കാം, ഇത്ര എസ്റ്റേറ്റ് കൊടുക്കാം എന്ന് പറഞ്ഞ് മാനം നഷ്ടപ്പെട്ട പെണ്ണിനെ കല്യാണം കഴിക്കാൻ വെള്ളപ്പട്ടികൾ ഉപേക്ഷിച്ചു പോയ അനാചാരങ്ങൾ എന്തിനാ മുസ്ലിമേ നീ അതിനെ കടമെടുക്കുന്നത്? എന്തിനാ പൊന്നുമോനെ പരിശുദ്ധയായ പതിവ്രതയായ ഒരു പെണ്ണിനെ കല്യാണം കഴിക്കാൻ ഒരുങ്ങുമ്പോൾ വേശ്യ പെണ്ണിന് വില പറയുന്ന പോലെ വില പറയുന്നത് എന്തിനാ എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കള് 18-20 വർഷം പൊന്നുപോലെ നോക്കി വളർത്തിയിട്ട് പരിശുദ്ധയായ പതിവ്രതയായ നിങ്ങളെ പൊന്നുമോളെ കല്യാണം കഴിച്ചു വിടുമ്പോ വേശ്യ പെണ്ണിനെ ഇറക്കി വിടുന്ന പോലെ സ്ത്രീധനം കൊടുത്ത് ഇറക്കി വിടുന്നത് എന്തിനാ? ചങ്കൂറ്റമുണ്ടോ മാതാപിതാക്കൾക്ക്? കല്യാണം ആലോചിച്ചു വരുന്ന ചെറുപ്പക്കാരന്റെ മുഖത്ത് നോക്കി എന്റെ പൊന്നുമോൾക്ക് തൃപ്തിപ്പെട്ട ഇത്ര പവൻ മഹർ തരാൻ നിനക്ക് കഴിയുമോ? അതൊക്കെ ഇന്നൊരു സ്വപ്നമായി മാറും. അല്ലാഹു തആല കല്യാണം കഴിക്കാനുള്ള ചെറുപ്പക്കാർക്ക് യഥാർത്ഥമായി ഇസ്ലാമിന്റെ രീതിയിൽ കല്യാണം കഴിക്കാൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. അപ്പൊ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ സഹാബത്തിന് കല്യാണത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കും. അപ്പൊ സഹാബാക്കൾക്ക് വലിയ സന്തോഷമായി. കല്യാണം കഴിക്കാത്തവരൊക്കെ അപ്പോഴേ തീരുമാനമെടുത്ത് ഉടനെ കല്യാണം കഴിക്കണം. അങ്ങനെ സന്തോഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതാ ഇടയ്ക്ക് നിന്നൊരു കരച്ചിൽ കേൾക്കുക. ഇടയ്ക്ക് നിന്നൊരു കരച്ചിൽ. അള്ളാഹുവിന്റെ റസൂലും സ്വഹാബാക്കളും അത്ഭുതപ്പെട്ടു. അല്ല, ഈ കല്യാണത്തിന്റെ കാര്യം പറയുമ്പോൾ കരയുന്ന എന്തിനാ? നരകത്തിന്റെയോ അല്ലെങ്കിൽ മരണത്തിന്റെയോ കാര്യം പറയുമ്പോൾ കരഞ്ഞാ ശരി, കല്യാണത്തിന്റെ കാര്യം പറയുമ്പോൾ കരയുന്ന എന്തിനാ? അങ്ങനെ അള്ളാഹുവിന്റെ റസൂലും സഹാബാക്കളും നോക്കുമ്പോൾ അതാ മഹാനായ സഅദ് സൽമി റളിയല്ലാഹു അൻഹു ചാടി എഴുന്നേൽക്കുകയാ. അള്ളാഹുവിന്റെ റസൂൽ ചോദിച്ചു, സഅദ് എന്തിനാണ് സഅദ് കരയുന്നത്? മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു ആരാ? ആ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്തിന് സൗന്ദര്യമില്ല. അള്ളാഹു കൊടുത്ത രോഗമായ ചിക്കൻ ബോക്സ് വസൂരി വന്നിട്ട് മുഖമെല്ലാം വസൂരി കുത്തുകൊണ്ട് വികൃതമായ മഹാനായ സഅദ് സൽമി റളിയല്ലാഹു അൻഹു കേറിക്കിടക്കാൻ നല്ലൊരു കിടപ്പാടം പോലുമില്ലാത്ത മഹാനായ സഅദ് സൽമി റളിയല്ലാഹു അൻഹു ആ സഅദിന്റെ കരച്ചിൽ കണ്ടപ്പോൾ അല്ലാഹുവിന്റെ റസൂലിനത് സഹിക്കാൻ പറ്റിയില്ല. കാരുണ്യത്തിന്റെ തിരുദൂര് സഅദിനെ വിളിക്കുകയാ. എന്നിട്ട് അടുത്ത് പിടിച്ചിരുത്തി കണ്ണുനീര് തുടച്ചിട്ട് ചോദിച്ചു, സഅദേ എന്തിനാണ് സഅദേ കരയുന്നത്? മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ താങ്കൾ കല്യാണത്തെ പറ്റി പറഞ്ഞപ്പോൾ ഈ സഅദിന് കല്യാണം കഴിക്കാൻ ആഗ്രഹം വന്നു നബിയേ. എന്നാലോ സൗന്ദര്യമില്ലാത്ത വിരൂപിയായ ഈ സഅദിന് എവിടെ നിന്ന് പെണ്ണ് കിട്ടാൻ നബിയേ? സമ്പത്തില്ലാത്ത കീഴിക്കിടക്കാൻ ഒരു കിടപ്പാടം പോലുമില്ലാത്ത ഈ സഅദിന് എവിടെ നിന്ന് പെണ്ണ് കിട്ടാൻ നബിയേ? അള്ളാഹുവിന്റെ റസൂല് കണ്ണീര് തുടച്ചിട്ടു പറഞ്ഞു, സഅദേ വിഷമിക്കണ്ട, നീ പോവുക മദീനയിലെ സമ്പന്നന്മാരിൽ പേരുകെട്ട ആനായ അംർ ഇബ്നു വഹബ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് പോവുക. എന്നിട്ട് പറയൂ, സഅദേ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു വിട്ടതാണ്, ഹേ അംറേ, നിങ്ങളുടെ മകൾ സുന്ദരിയായ ഫാത്തിമാനെ എനിക്ക് കല്യാണം കഴിച്ചു തരാൻ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു വിട്ടതാണെന്ന് പറയൂ സഅദേ. മഹാനായ സഅദ് റളിയല്ലാഹുവിന്റെ കണ്ണു തുള്ളി. ചോദിച്ചു, അല്ലയോ അള്ളാഹുവിന്റെ റസൂലെ, അംർ ഇബ്നു വഹബിന്റെ മോൾ ഫാത്തിമയോ? ആ ഫാത്തിമയെ കെട്ടാൻ കുബേരകുമാരന്മാര് കാവല് നിൽക്കുക, വരി നിൽക്കുക. സുന്ദരിയായ സുശീലയായ ഫാത്തിമ, സമ്പന്നയായ ഫാത്തിമ. ആ ഫാത്തിമയെ കല്യാണം കഴിക്കാൻ ഈ വിരൂപിയായ ഒരു സമ്പത്തും ഇല്ലാത്ത ഞാനോ നബി?
അതാണ് റസൂല് പറഞ്ഞു, ഞാൻ നിനക്ക് വേണ്ടി തീരുമാനിച്ച വധു അതാണ് സാദ്, അതുകൊണ്ട് നീ പൊയ്ക്കോ. മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു ആവേശത്തോടുകൂടി ആഗ്രഹത്തോടുകൂടി പോയി. ഒരു കുതിര, ഒരു സഹാബിയിൽ നിന്ന് ഒരു കുതിരയൊക്കെ കടം വാങ്ങി മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു പോയി. വലിയ കൊട്ടാരത്തിന്റെ മുന്നിൽ, രമ്യ ഹർമത്തിന്റെ മുന്നിൽ മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു പോയി നിന്നു. കാവൽക്കാർ ചോദിച്ചു, അല്ല എന്താ കാര്യം? അത് അംർ ഇബ്നു വഹബിനെ ഒന്ന് കാണണം. കാവൽക്കാര് വേഷം നോക്കി അകത്ത് കടത്തി വിടാൻ പറ്റിയ ആളല്ല. അല്ല ഇപ്പൊ കാണാൻ പറ്റൂല, ഞാൻ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു വിട്ടിട്ട് വന്നതാ. കാവൽക്കാര് പെട്ടെന്ന് കതക് തുറന്നു. മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു അകത്തേക്ക് കൊണ്ടുപോയി. അകത്തേക്ക് ചെന്ന മഹാനായ സഅദ് റളിയല്ലാഹു അൻഹുവിനോട് മഹാനായ അംർ ഇബ്നു വഹബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, സഅദേ എന്തിനാണ് വന്നത് സഅദേ? മഹാനായ സഅദ് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു വിട്ടതാണ്. പെട്ടെന്ന് തന്നെ സമ്പന്നനായ അംർ ഇബ്നു വഹബ് സഅദ് റളിയല്ലാഹു അൻഹുവിനെ പിടിച്ചിരുത്തി വയറു നിറയെ ഭക്ഷണം കൊടുത്തു. സൽക്കാരമെല്ലാം കഴിഞ്ഞിട്ട് ചോദിച്ചു, സഅദേ അല്ലാഹുവിന്റെ റസൂല് എന്താവശ്യത്തിന് വേണ്ടിയാണ് പറഞ്ഞു വിട്ടത്? മഹാനായ സഅദ് സൽമി റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്കൊരു കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ട്, എനിക്ക് കല്യാണം കഴിക്കാൻ ആലോചനയൊന്നും വരുന്നില്ല. ഉടൻ തന്നെ അംർ ഇബ്നു വഹബ് ചോദിച്ചു, സഅദേ പണം വല്ലോം വേണമോ സഅദ്? വേണമെങ്കിൽ എത്ര വേണമെങ്കിലും ഞാൻ തരാം സഅദ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു വിട്ട സഅദ് സൽമിയോട് അംർ ഇബ്നു വഹബ് ഇത് പറയുമ്പോൾ മഹാനായ സഅദ് സൽമി പറഞ്ഞു, അല്ല പൈസയ്ക്ക് വേണ്ടി വന്നതല്ല, പിന്നെയോ അല്ലാഹുവിന്റെ റസൂല് എനിക്കൊരു കല്യാണം ഉറപ്പിച്ചിരിക്കുന്നു, ഒരു പെണ്ണിനെ എനിക്ക് വധുവായി നിശ്ചയിച്ചിരിക്കുകയാ. അംർ ഇബ്നു വഹബ് ആകാംക്ഷയോട് ചോദിച്ചു, സഅദേ അതാരാണ് സഅദേ? മഹാനായ സഅദ് സൽമി റളിയല്ലാഹു അൻഹു പുഞ്ചിരി തൂകിക്കൊണ്ടു പറഞ്ഞു, അംറേ അത് താങ്കളുടെ പൊന്നുമോള് ഫാത്തിമയാണ് അംറേ. ആ ഫാത്തിമേന്റെ ജീവിത സഖിയാക്കി തരുമോ അംറേ? മഹാനായ അംറിന് ദേഷ്യം വരാൻ തുടങ്ങി. മഹാനായ അംർ ഇബ്നു വഹബിന്റെ കണ്ണുകൾ ചുമക്കാൻ തുടങ്ങി. ചാടി എഴുന്നേറ്റ് സഅദിനോട് പറഞ്ഞു, എഴുന്നേൽക്കടാ, കടക്കടാ പുറത്ത്. സമ്പന്നനായ അംർ ഇബ്നു വഹബിന്റെ മുഖത്ത് നോക്കി, വിരൂപിയായ ദരിദ്രനായ നിനക്ക് എങ്ങനെയാണടാ കല്യാണം ആലോചിക്കാൻ ചങ്കൂറ്റം വന്നത്? സഅദ് റളിയല്ലാഹു അൻഹു ഓടി പെട്ടെന്ന് തന്നെ കുതിരപ്പുറത്ത് കയറി അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്തേക്ക് പോയി. റസൂലുള്ളാഹി തങ്ങളും അപ്പൊ പോയ സന്തോഷമൊന്നും കാണുന്നില്ല. അടുത്ത് വിളിച്ച്, എന്താ സഅദേ എനിക്ക് കല്യാണം വേണ്ട നബിയേ. അല്ല അങ്ങനെ പറഞ്ഞല്ലല്ലോ പോയത്, വേണ്ട നബിയെ, കാര്യങ്ങളൊക്കെ പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ വെച്ച്, അത്രേ ഉള്ളൂ, വിഷമിക്കണ്ട, അവിടെ ഇരിക്കുക സാദേ, ഒരു പ്രശ്നവും വേണ്ട. സന്തോഷത്തോടുകൂടി അവിടെ ഇരിക്കി പിടിച്ചടുത്തിരുത്തി. ഈ സമയം മഹാനായ അംർ ഇബ്നു വഹബിന്റെ വീട്ടിൽ ദേഷ്യത്തോടുകൂടി അംർ ഇബ്നു വഹബ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. ദേഷ്യം, ഒരു വിരൂപിയായ ദരിദ്രനായ ഒരാൾ വന്നിട്ട് എന്റെ പൊന്നുമോള് ഫാത്തിമാനെ കല്യാണം കഴിച്ചു കൊടുക്കുമെന്നോ, ആ ഒരു ദേഷ്യത്തിൽ ഇങ്ങനെ നടന്ന് അദ്ദേഹം അകത്തേക്ക് കയറുമ്പോ തന്റെ പൊന്നുമോള് ഫാത്തിമ കിടന്ന് ഏങ്ങലടിച്ച് കരയുകയാ. പൊന്നുമോള് ഫാത്തിമ കിടന്ന് ഏങ്ങലടിച്ച് കരയുകയാണ്. മഹാനായ അംർ ഇബ്നു വഹബ് റളിയല്ലാഹു അൻഹു പൊന്നുമോള് ഫാത്തിമാനെ എഴുന്നേൽപ്പിച്ചിരുത്തി. ആ ഫാത്തിമാന്റെ കണ്ണീര് തുടച്ചിട്ട് പറഞ്ഞു, മോളെ നീ വിഷമിക്കണ്ട പൊന്നുമോള്, ആർക്ക് കല്യാണം കഴിച്ചു കൊടുത്താലും വിരൂപിയായ ദരിദ്രനായ ആ സഅദിന് നിന്നെ കല്യാണം കഴിച്ചു കൊടുക്കില്ല പൊന്നുമോള്. മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹാ പ്രിയപ്പെട്ട വാപ്പാന്റെ മുഖത്തു നോക്കി പറഞ്ഞു, വാപ്പാ ആ സഅദിനെ ആരാണ് പറഞ്ഞു വിട്ടത് വാപ്പാ? അത് അല്ലാഹുവിന്റെ റസൂല് നിശ്ചയിച്ച കല്യാണമല്ലേ വാപ്പാ? അല്ലാഹുവിന്റെ റസൂൽ എനിക്ക് വേണ്ടി നിശ്ചയിച്ച ആ സഅദിനെ അല്ലാതെ വേറൊരു ഭർത്താവിനെ എനിക്ക് വേണ്ട വാപ്പാ. ആ സഅദിന് സമ്പത്തില്ലായിരിക്കാം, പക്ഷേ ആ സഅദിന് സൽസ്വഭാവം എന്ന സമ്പത്തുണ്ടല്ലോ വാപ്പാ. ആ സഅദിന് സൗന്ദര്യമില്ലായിരിക്കാം, പക്ഷേ ആ സഅദിന് ഈമാൻ എന്ന സൗന്ദര്യമുണ്ടല്ലോ വാപ്പാ. അതുകൊണ്ട് എനിക്ക് സഅദിനെ മതി വാപ്പാ
എന്ന് തന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരെ, ഒരിക്കലെങ്കിലും നിങ്ങൾക്ക് പറയാൻ പറ്റിയിട്ടുണ്ടോ എന്നെ കല്യാണം ആലോചിക്കാൻ വരുന്ന ആള് ഒരു താടി വെച്ച ആളായിരിക്കുക, അയാൾ ഒരു തൊപ്പി ധരിച്ച ആളായിരിക്കുക, അയാൾ ഇസ്ലാമിനോട് പ്രതിബദ്ധതയുള്ള ആളായിരിക്കുക, അയാൾ ഒരു ആലിമായിരിക്കുക, അയാൾ ഒരു ഹാഫിളായിരിക്കുക എന്ന് ദീനിനെ മാനദണ്ഡമാക്കി കല്യാണം കഴിക്കാൻ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ നിനക്ക് കഴിഞ്ഞിട്ടുണ്ടോ? മഹദിയായ ഫാത്തിമ നിനക്ക് മാതൃക കാട്ടുകയാ. അങ്ങനെ മഹാനായ സഅദ് റളിയല്ലാഹു അൻഹുവിനെ കാണാൻ അംർ ഇബ്നു വഹബ് മസ്ജിദുൻ നബവിയിലേക്ക് പോയി. ആനായ സഅദ് റളിയല്ലാഹു അൻഹു പേടിച്ചു വരട്ടെ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കിരിക്കുമ്പോൾ അല്ലാഹ് ദാ വരുന്നു അംർ ഇബ്നു വഹബ് വീണ്ടും. അവിടെ വെച്ച് പറഞ്ഞത് പോരാത്തോണ്ട് ഇനി അടുത്ത് തരാൻ വരുവാണോ? പെട്ടെന്ന് റസൂലുള്ളാഹിനെ വിളിച്ചു, നബിയെ അംർ ഇബ്നു വഹബ് ഇനിയും വരുന്നുണ്ട്, ഞാനില്ല, ഞാൻ ഘട്ടം കാണാതിരുന്നോളാം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വേണ്ട സാദേ വാ വരിൻ. അങ്ങനെ മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലും അംർ ഇബ്നു വഹബിന്റെ അടുക്കലേക്ക് പോയി. മഹാനായ അംർ ഇബ്നു വഹബ് റളിയല്ലാഹു അൻഹു ഓടി വന്ന അല്ലാഹുവിന്റെ റസൂലിന്റെ കൈ പിടിച്ച് മുസാഫഹ ചെയ്ത് സഅദ് റളിയല്ലാഹുവിനോട് മാപ്പ് ചോദിച്ചു. സഅദേ, പെട്ടെന്ന് ഞാൻ എന്തോ പറഞ്ഞുപോയി, എനിക്ക് സമ്മതമാണ്. എന്റെ പൊന്നുമോൾ ഫാത്തിമയെ ഈ നിൽക്കുന്ന സഅദിന് കല്യാണം കഴിച്ചു കൊടുക്കാൻ എനിക്ക് സമ്മതമാ. സഅദ് റളിയല്ലാഹു വീണ്ടും കരുതി, അല്ലോ സ്വപ്നമാണോ? നേരത്തെ കല്യാണം സ്വപ്നം കണ്ടുകൊണ്ട് പോയി, അവിടെ നിന്ന് അടിച്ചിറക്കി വിട്ടു, വീണ്ടും താമന്നിരിക്കുന്നു, കല്യാണം കഴിച്ചു തരാം. അങ്ങനെ അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലിരുന്ന് കല്യാണം എല്ലാം ഉറപ്പിച്ചു, എല്ലാം ഫിക്സാക്കി മഹാനായ അംർ ഇബ്നു വഹബ് പോയി. അപ്പോഴും സഅദ് റളിയല്ലാഹു ഒരു ചെറിയ വിഷമം, മുഖത്തിന് സന്തോഷമില്ല. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, എന്താ സഅദ് ഇനിയും പ്രശ്നം? ഇനി എന്താ നിനക്ക് പ്രശ്നം? മഹാനായ സഅദ് റളിയല്ലാഹു പറഞ്ഞു, നബിയെ കല്യാണമൊക്കെ ഉറപ്പിച്ചു ശരിയാ, പക്ഷേ ആ പെണ്ണിന് മഹർ കൊടുക്കാൻ എന്റെ കയ്യിൽ ഒന്നുമില്ല നബി. ആ പെണ്ണിന് വസ്ത്രം വാങ്ങിക്കൊടുക്കാൻ എന്റെ കയ്യിൽ ഒന്നുമില്ല നബി. അവള് വീട്ടിലേക്ക് കേറി വരുമ്പോ ആ വീട്ടിൽ ഒരുക്കി വെക്കാൻ ഒരു സാധനവും ഇല്ല നബി. ആനാ റസൂലുള്ളാഹി തങ്ങൾ വിഷമിക്കണ്ട, ഉസ്മാൻ റളിയല്ലാഹുവിന്റെ അടുക്കൽ പോയി ആവശ്യത്തിലുള്ള പണം വാങ്ങുക. അങ്ങനെ മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ നിന്നും ആവശ്യത്തിനുള്ള പണവുമെല്ലാം വാങ്ങിയെടുത്തിട്ട് കമ്പോളത്തിലേക്ക് വീട്ടുപകരണങ്ങൾ വാങ്ങാൻ പോകുമ്പോൾ അതാ പെട്ടെന്നൊരു അറിയിപ്പ് വരികയാ. ഒരു സഹാബി അതാ കമ്പോളത്തിന്റെ ഉയർന്ന ഭാഗത്ത് കയറി നിന്ന് അറിയിക്കുകയാണ്, ഇസ്ലാമിന് വേണ്ടി രണാങ്കണത്തിൽ പോരാടാൻ പോയ മുസ്ലിം സമുദായം ഇതാ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാ. മുസ്ലിം സൈന്യം പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ആ സൈന്യത്തെ സഹായിക്കാൻ അല്ലാഹുവിന്റെ റസൂലും സഹാബത്തും പോവുകയാണ്. അതുകൊണ്ട് എല്ലാവരും യുദ്ധത്തിന് വേണ്ടി പോവുക. സഅദ് റളിയല്ലാഹു അൻഹുവിന് പോകേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്? ആ സഅദിന്റെ കല്യാണം ഉറപ്പിച്ചിരിക്കുന്നു. കല്യാണം ഉറപ്പിച്ച് കല്യാണത്തിന്റെ ഡേറ്റ് എടുത്ത ആള് അല്ലാഹുവിന്റെ റസൂൽ യുദ്ധത്തിന് വേണ്ടി കൊണ്ടുപോകില്ല. അങ്ങനെ അല്ലാഹുവിന്റെ റസൂലും സഹാബത്തിനും യുദ്ധത്തിന് പോയി. യുദ്ധം ഇങ്ങനെ കൊടുമ്പിരി കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിമീങ്ങൾ വീണ്ടും തോറ്റുകൊണ്ടിരിക്കുകയാ. അങ്ങനെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതാ പെട്ടെന്ന് എവിടെ നിന്നോ ഒരു മനുഷ്യനൊരു കുതിരപ്പുറത്ത് വരികയാ. ആ മനുഷ്യന്റെ മുഖം വ്യക്തമല്ല, അയാള് മുഖം മൂടി ധരിച്ചിരിക്കുകയാണ്. സഹാബാക്കള് നോക്കി, ഈ കുതിരയെ ഞങ്ങൾ കണ്ടിട്ടില്ല, ആ പടച്ചട്ട ഞങ്ങൾ കണ്ടിട്ടില്ല, ആ വാള് ഞങ്ങൾ കണ്ടിട്ടില്ല, ആ മുഖം മൂടി ഇതുവരെയും ഞങ്ങൾ കണ്ടിട്ടില്ല. ഇത് പുതിയ ഏതോ ആളാണല്ലോ. അയാൾ അതാ ശത്രു സൈന്യത്തിലേക്ക് പാഞ്ഞു കയറുകയാ. ആ മനുഷ്യൻ ഒരുപാട് ശത്രുക്കളെ വെട്ടിക്കൊലപ്പെടുത്തുന്നു. ഒരു സമയം എല്ലാവരുടെയും ശ്രദ്ധ ആ മനുഷ്യനിലേക്ക് തിരിയുകയാ. ശത്രുക്കൾ പരാജയപ്പെടുകയാ. ആ മുഖം മൂടി ധരിച്ച മനുഷ്യനെ കാരണം ശത്രുക്കൾ ഇതാ പരാജയത്തിന്റെ രുചിച്ചുകൊണ്ടിരിക്കുകയാ. പരാജയത്തിന്റെ കയ്പ് നീര് രുചിച്ചുകൊണ്ടിരിക്കുകയാ. ആ സമയം ശത്രുക്കളെല്ലാം ആ മനുഷ്യനെ വളയുകയാ. സഹാബാക്കൾക്ക് തോന്നിപ്പോയി, ബദറിന്റെ രണാങ്കണത്തില് അല്ലാഹു മാലാഖമാരെ ഇറക്കിയതുപോലെ ഞങ്ങളെ വിജയിപ്പിക്കാൻ ഏതോ മാലാഖയെ അയച്ചു തന്നതാ. അങ്ങനെ ശത്രുക്കളെല്ലാം ആ മനുഷ്യനെ വളഞ്ഞിട്ട് അയാളെ മാത്രം ഒറ്റയ്ക്കാക്കി
തുരുതുരാ വെട്ടി അയാളെ കൊലപ്പെടുത്തി. എന്നിട്ട് ശത്രുക്കളെല്ലാം ഓടി രക്ഷപ്പെട്ടു. അങ്ങനെ മുസ്ലിമീങ്ങൾ യുദ്ധം ജയിച്ചിരിക്കുകയാ. അങ്ങനെ യുദ്ധം ജയിച്ചിട്ട് ഗനീമത്ത് സ്വത്തുകൾ എടുക്കാനും ഇസ്ലാമിൽ നിന്ന് ഷഹാദത്ത് വരിച്ചവരെ പറ്റി നോക്കാനും അള്ളാഹുവിന്റെ റസൂലും സഹാബത്തും ഇങ്ങനെ തെരഞ്ഞു നടക്കുമ്പോൾ അതാ ദൂരെ ഒരിടത്ത് ഒരുപാട് വെട്ടുകൾ ഏറ്റുകൊണ്ട് മുഖം മൂടി ധരിച്ച ആ ധീരനായ മനുഷ്യൻ കിടക്കുകയാ. അള്ളാഹുവിന്റെ റസൂൽ അങ്ങോട്ട് ഓടി ചെന്നു. എന്നിട്ട് ആ ഷഹീദായി കിടക്കുന്ന മനുഷ്യന്റെ തലയെടുത്ത് തന്റെ മടിത്തട്ടിലേക്ക് വെച്ചിട്ട് അള്ളാഹുവിന്റെ റസൂല് ആ മുഖം മൂടി ഒന്നും മൂരി നോക്കുമ്പോൾ കല്യാണം കഴിക്കാനുള്ള മോഹവുമായി തന്റെ മുന്നിലേക്ക് വന്ന വിരൂപിയായ സഅദുണ്ടല്ലോ, ദരിദ്രനായ സഅദുണ്ടല്ലോ, സുന്ദരിയായ സമ്പന്നയായ ഫാത്തിമയുമായുള്ള കല്യാണ ജീവിതം സ്വപ്നം കണ്ടുകൊണ്ട് തന്റെ അടുക്കൽ നിന്ന് പോയ സഅദുണ്ടല്ലോ, ആ സഅദിദാരണാങ്കണത്തിൽ ഷഹാദത്ത് വരിച്ചിരിക്കുകയാ. താനെങ്ങാനും സഅദിനെ കണ്ടാൽ താൻ വിലക്കുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് മുഖം മൂടി വെച്ചുകൊണ്ട് ഷഹാദത്ത് വരിച്ചിരിക്കുന്ന മഹാനായ സഅദ് സൽമി റളിയല്ലാഹു അൻഹു. എന്തിനാണ് പ്രിയപ്പെട്ട പൊന്നുമോനെ സഅദ് സൽമി രണാങ്കണത്തിൽ ഷഹാദത്ത് വരിച്ചത്? ആ സഅദിന്റെ ഉദ്ദേശം 21-ാം നൂറ്റാണ്ടിലെ ഈ ഇരിക്കുന്ന ഓരോരുത്തരും മുസ്ലിം ആവുകയാ. അങ്ങനെ കഷ്ടപ്പാട് സഹിച്ച് നിന്റെ കയ്യിലേക്ക് എത്തിയ ഇസ്ലാമിന് പുറങ്കാലുകൊണ്ട് ചവിട്ടി തെറിപ്പിക്കല്ലേ മുസ്ലിമേ. അതുകൊണ്ട് ഇസ്ലാമിൽ ഉറച്ചു നിൽക്കുക. അല്ലാഹുള്ള അചഞ്ചലമായ വിശ്വാസം ഉണ്ടാകട്ടെ. അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും തകർത്തെറിയുന്നവനാകട്ടെ. അവകാശങ്ങൾക്ക് വേണ്ടി നീതിക്ക് വേണ്ടി ശബ്ദിക്കുന്നവനാകട്ടെ. അടിച്ചമർത്തപ്പെടുന്ന സമുദായത്തിന് വേണ്ടി സംഘടനാ പക്ഷം ചേരാതെ സത്യത്തിന്റെ പക്ഷം ചേർന്ന് പോരാടുന്നവനാകട്ടെ. അല്ലാഹു തആല അതിനുള്ള തൗഫീഖ് നമുക്ക് ഓരോരുത്തർക്കും നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സംരക്ഷണം ഉണ്ടാകുവാനും നിങ്ങൾ ഓരോരുത്തരും ദുആ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരു ഒരുമിച്ചുകൂടലിനെ സ്വീകരിക്കുമാറാകട്ടെ. നമുക്കറിയാം അൽഹംദുലില്ലാഹ് നാമെല്ലാം അവിടെ ഒന്നു ചേർന്ന ഈ സ്ഥലം ബഹുമാന്യനായ നമുക്കെല്ലാം പ്രിയങ്കരനായ ഉസ്താദ് അബ്ദുൽ നാസർ മദനി അവർകൾ ആ ഒരു മഹത്തായ സ്ഥാപനത്തിന് വേണ്ടി നമുക്കും അദ്ദേഹത്തെ അറിയാം. ഞാൻ ഒരിക്കലും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമായ നിലപാടുകളോട് യോജിക്കുന്ന ആളല്ല. എങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹം നമ്മുടെ ഒരു മുസ്ലിം സഹോദരനാണ്. ഇസ്ലാമിന്റെ അവകാശങ്ങൾക്ക് വേണ്ടി, മുസ്ലിമീങ്ങളുടെ നീതിക്ക് വേണ്ടിയും അടിച്ചമർത്തപ്പെടുന്ന മനുഷ്യരുടെ അവകാശത്തിന് വേണ്ടിയുമെല്ലാം ഒരുപാട് കഷ്ടപ്പെട്ട മനുഷ്യനാണ്. നാം ഓരോരുത്തരും അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്യും. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ وعلى آل سيدنا محمد وبارك وسلم عليه. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. يا الله പടച്ചവനെ കരുണക്കടലായ തമ്പുരാനേ, ഈ പാതിരാത്രിയുടെ നിശബ്ദതയിൽ ഞങ്ങൾ ഇവിടെ ഒന്നു ചേർന്നിരിക്കുന്നു. അല്ലാഹ് ഞങ്ങളുടെ ഒരുമിച്ച് കൂടലിനെ നീ സ്വീകരിക്കണേ. അല്ലാഹ് പാപികളാണ് തമ്പുരാനേ, ദോഷികളാണ് തമ്പുരാനേ. സാഹചര്യത്തിന്റെ സമ്മർദ്ദം കൊണ്ട് ഒരുപാട് പാപങ്ങൾ ഞങ്ങൾ ചെയ്തു പോയല്ല. ഞങ്ങളുടെ പാപങ്ങളെ നീ പുറത്തു തരണേ നാഥാ. പാപപങ്കിലമായ കരങ്ങള് നിന്റെ വിശാലമായ ദർബാറിലേക്ക് നീട്ടിക്കൊണ്ട് ഞങ്ങൾ ചോദിക്കുന്നു അല്ല, ഞങ്ങളുടെ പാപങ്ങളെ നീ പുറത്തു തരണേ നാഥാ. ശേഷിക്കുന്ന ജീവിതം പാപരഹിതമായ ജീവിതമാക്കി മാറ്റാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് തരണേ അല്ല. പടച്ചവനെ, ഞങ്ങളുടെ മനസ്സുകളിൽ നൂറ് നീറുന്ന പ്രശ്നങ്ങളുണ്ട് തമ്പുരാന്. അവകളെ എല്ലാത്തിനെയും നീ പരിഹരിച്ചു തരണേ അല്ലാ. ഒരുപാട് സഹോദരങ്ങൾ ഇവിടെ ദുആ ചെയ്യാൻ സംഭാവന നൽകിയിട്ടുണ്ടല്ല. അവരുടെ സംഭാവനകളെ സ്വീകരിച്ചുകൊണ്ട് അവരുടെ ഹലാലായ മുറാദുകളെ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. ഖൈറും ബറക്കത്തും നൽകണേ അല്ലാ. ഞങ്ങളിൽ രോഗികളായവരുള്ളവരുടെ രോഗങ്ങളെ ശിഫയാക്കണേ അല്ലാ. ആഫിയത്ത് നൽകണേ അല്ലാ. ദീർഘായുസ് നൽകണേ അല്ലാ. സമ്പത്തിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ. കച്ചവടത്തിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ. ഗൾഫിൽ ജോലി ചെയ്യുന്നവരുടെ
സമ്പാദ്യങ്ങളിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ. ഹറാമിന്റെ കണിക പോലും ഞങ്ങളുടെ സമ്പാദ്യത്തിൽ കടത്തിക്കൂട്ടല്ലേ അല്ലാ. ഖൈറും ബറക്കത്തും തരണേ തമ്പുരാനെ. എല്ലാവിധ ബുദ്ധിമുട്ട് പ്രയാസങ്ങളെയും മാറ്റിത്തരണേ അല്ലാ. പടച്ചവനെ നിന്റെ ഖൈറിന്റെ കവാടങ്ങളെ തുറന്നു തരണേ അല്ലാ. പടച്ചവനെ ഞങ്ങളുടെ കടബാധ്യതകളെ നീ നീട്ടിത്തരണേ അല്ലാ. കടങ്ങളെ എത്രയും പെട്ടെന്ന് തീർക്കുവാനുള്ള തൗഫീഖ് തരണേ അല്ലാ. കടക്കാരായി ഞങ്ങളെ മരിപ്പിക്കല്ലേ അല്ലാ. സാഹചര്യത്തിന്റെ സമ്മർദ്ദം കൊണ്ട് പലിശക്കെണികളിലേക്ക് വീണുപോയല്ല, അതിൽ നിന്നെല്ലാം കാത്തുകൊള്ളണേ നാഥാ. യാ അല്ലാഹ് പടച്ച തമ്പുരാനെ, ഞങ്ങളുടെ കല്യാണം കഴിക്കാൻ പ്രായമായ യുവതി യുവാക്കൾക്ക് പടച്ചവനെ സ്വാലിഹീങ്ങളായ സ്വാലിഹത്തുകളായ ഇണകളെ നൽകണേ അല്ലാ. കുടുംബ ജീവിതം ഐശ്വര്യ പ്രദാനം ചെയ്യണേ അല്ലാ. സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ തരണേ അല്ലാ. സന്താനങ്ങളെ ആഗ്രഹിക്കുന്നവർക്ക് അതിനു വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞവർക്ക് സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ തരണേ അല്ലാ. ഞങ്ങളുടെ ദുആക്കളെ നീ സ്വീകരിക്കണേ നാഥാ. മുസ്ലിം സമുദായത്തെ നീ രക്ഷിക്കണേ നാഥാ. മുസ്ലിം സമുദായത്തെ നീ ഒന്നാക്കണേ നാഥാ, നന്നാക്കണേ നാഥാ. പടച്ചവനെ നിസാരമായ വിഷയത്തിന്റെ പേരില് പരസ്പരം കടിപിടി കൂടി ഭിന്നിക്കുന്നു അല്ലാ. ആ ഒരു മോശമായ അവസ്ഥയിൽ നിന്നും കാത്തുകൊള്ളണേ നാഥാ. പടച്ചവനെ കാത്തുകൊള്ളണേ നാഥാ. സാഹോദര്യം നൽകണേ അല്ലാ. സമാധാനം നൽകണേ അല്ലാ. ശാന്തി നൽകണേ അല്ലാ. കരുണയുടെ കവാടങ്ങളെ ഞങ്ങൾക്ക് നീ തുറന്നു തരണേ അല്ലാ. മുസ്ലിം സമുദായത്തെ നീ രക്ഷിക്കണേ അല്ലാ. ഞങ്ങളുടെ ഒരുപാട് സഹോദരി സഹോദരന്മാർ അവര് ബുദ്ധിമുട്ടുന്നുണ്ടല്ലാ, ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് നാഥാ. പ്രശ്നങ്ങളെ ബുദ്ധിമുട്ടുകളെ മാറ്റി തരണേ അല്ലാ. മുസ്ലിമായതിന്റെ പേരിൽ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽപ്പെട്ട ഞങ്ങളുടെ സഹോദരി സഹോദരന്മാർ കഷ്ടപ്പെടുത്തപ്പെടുന്നു അല്ലാ, പീഡിപ്പിക്കപ്പെടുന്നു അല്ലാ, കാരാഗ്രഹങ്ങളിൽ അടയ്ക്കപ്പെടുന്നു അല്ലാ. അബൂഹുറൈബിലും മറ്റുമെല്ലാം പീഡിപ്പിക്കപ്പെടുന്ന ഞങ്ങളുടെ സഹോദരി സഹോദരന്മാർക്ക് നീ മോചനം നൽകണേ നാഥാ. യാ അല്ലാഹ് പടച്ചവനെ, മദനി ഉസ്താദിന് മോചനം നൽകണേ അല്ലാ. ആഫിയത്ത് നൽകണേ അല്ലാ. രോഗശമനം നൽകണേ അല്ലാ. ഞങ്ങളുടെ ദുആകളെ സ്വീകരിക്കണേ അല്ലാ. പടച്ചവനെ, അദ്ദേഹത്തിന്റെ ഉൾപ്പെടെ ഏതെല്ലാം സഹോദരി സഹോദരന്മാര് കാരാഗ്രഹങ്ങളിൽ അടയ്ക്കപ്പെട്ടു, അവരുടെ എല്ലാം നിരപരാധിത്വത്തെ ലോകത്തിന്റെ മുന്നിൽ നീ തെളിയിക്കണേ അല്ലാ. മുസ്ലിം സമുദായത്തിന് ഇസ്സത്ത് നൽകണേ അല്ലാ. പടച്ച തമ്പുരാനെ, ഇസ്ലാമിന് വേണ്ടി ലോകത്ത് ഏതെല്ലാം സംഘടനകള് ഏതെല്ലാം പരിശ്രമങ്ങൾ നടക്കുന്നു, അതിനെല്ലാം നീ ഇഖ്ലാസ് നൽകണേ അല്ലാ. അതിനെല്ലാം നീ വിജയിപ്പിക്കണേ അല്ലാ. നിന്റെ ഈമാനികമായ ശക്തി പകരണേ അല്ലാ. യാ അല്ലാഹ് പടച്ചവനെ, കരുണക്കടലായ തമ്പുരാനെ, ഇസ്ലാമിനെതിരെ ഏതെല്ലാം ശക്തികൾ പ്രവർത്തിക്കുന്നു ആ ശക്തികളെ എല്ലാം നീ നശിപ്പിച്ച് കളയണേ അല്ലാ. അവരുടെ കുതന്ത്രങ്ങളിൽ നിന്നും ഗൂഢാലോചനകളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണേ അല്ലാ. നിന്റെ പ്രത്യേകമായ സംരക്ഷണം നൽകണേ അല്ലാ. ഒരുപാട് മുസ്ലിം സഹോദരി സഹോദരന്മാർ കൊല്ലപ്പെട്ടു അല്ലാ. അവരുടെ കൊലയാളികൾ അവർ സ്വച്ഛന്തം നാട്ടിൽ ചുറ്റിക്കറങ്ങി നടക്കുന്നു അല്ലാ. നീ ശിക്ഷിക്കണേ അല്ലാ. നീ ശിക്ഷിക്കണേ അല്ലാ. നീ ശിക്ഷിക്കണേ അല്ലാ. യാ അല്ലാഹ് പടച്ചവനെ, ഞങ്ങളുടെ സഹോദരന്മാരായ ഷഫീഖിനെയും അഷ്കറിനെയും അബ്ദുഷുക്കൂറിനെയും പടച്ചവനെ, സൈനുദ്ദീനെയും ഫസലുദ്ദീനെയും മുഹമ്മദിനെയും അതുപോലെ ചെമ്പരിക്ക ഖാദിയായ സിഎം ഉസ്താദിനെയും കൊലപ്പെടുത്തിയവർ ഉൾപ്പെടെ എല്ലാ കൊലയാളികളെയും സത്യത്തിന്റെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരണേ അല്ലാഹ്. അത്തഹർനി ഫർദാ വഅൻത ഖൈറുൽ വാരിസീൻ റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ തയ്യിബ ഇന്നക സമീഉ ദുആ റബ്ബനാ അലൈക തവക്കൽനാ വഇലൈക അനബ്നാ വഇലൈകൽ മസീർ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി